ഹലോ, ഇതെന്താണെന്നല്ലേ, ഇന്ന് ലഞ്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ രാവിലെ കുറച്ച് അയലമീൻ ചേട്ടായി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വറുക്കാനും എടുത്തു, കുറച്ച് കറി വെക്കാനുമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വറുക്കാൻ എടുത്തതിനകത്തേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി ഇങ്ങനെ മീനൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പിടയ്ക്കണ മീനാണെന്നൊന്നും പറയുന്നില്ല. ഇത് എത്ര ദിവസം മുമ്പ് പിടച്ചാന്ന് ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത മീനായിരുന്നു. നമുക്കിവിടെ കിട്ടുന്നതൊക്കെ ഈ രീതിയിലുള്ളതൊക്കെയാണ് കേട്ടോ. പിന്നെ അതവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി ഇത്ര അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. എന്നിട്ടൊരു ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് കടുകും ഉലുവയും കൂടെയാണ് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നത്. എന്നിട്ട് ആദ്യം എടുത്ത് വെച്ചാൽ അതെല്ലാം ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയാണ്. കാശ്മീരി മുളക് കാണും കേട്ടോ ഞാനിവിടെ എപ്പോഴും ഉപയോഗിക്കുന്നത്. എന്ത് കറിക്കാണെങ്കിലും കാശ്മീരി മുളക് കാണും കേട്ടോ ഉപയോഗിക്കുന്നുള്ളേ. അല്ലാത്ത മുളക് ഉപയോഗിച്ചാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് നല്ല എരിവായിരിക്കുമല്ലേ. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ കുടംപുളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാനെപ്പോൾ വെച്ചാലും മീൻകറി ഈ ഒരു രീതിയിലാണ് കേട്ടോ വെക്കാറുള്ളൂ. കുടംപുളി ഇട്ട് മുളകിട്ട കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ കോട്ടയം സ്റ്റൈൽ, ഇടുക്കി സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ വെക്കാറുള്ളത്. തേങ്ങ അരച്ച് ഞാൻ അങ്ങനെ വെക്കാറേ ഇല്ല. ചിലർ മാങ്ങയൊക്കെ ഇട്ട് വെക്കും. ഞാൻ ആ രീതി ഒന്നും പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഒന്ന് അടച്ചു വെച്ചു. എന്നിട്ട് നമുക്കിനി നമ്മുടെ മീൻ വറുക്കൽ പരിപാടിയിലേക്ക് കിടക്കാമെന്ന് ഓർത്തു. അപ്പോൾ അത് നല്ല അയലമീനാണ് കേട്ടോ. അത് ഓരോന്നായിട്ട് മുളക് പുരട്ടി വെച്ചോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യമേ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ടേ നല്ല ടേസ്റ്റിലേക്ക് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ എടുത്ത് പെട്ടെന്ന് മുളക് പുരട്ടി വറുത്തെടുക്കുന്നേക്കാളും നല്ല ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്ത് വറുക്കണമായിരിക്കും. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ മീനെല്ലാം ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പാത്രം നമ്മളെടുത്ത് നിരത്തിയിട്ട കുറേ പാത്രം ഉണ്ടല്ലോ, അത് ഞാൻ ഈ കൂടെ തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പാത്രമൊക്കെ കഴുകിയെടുത്തപ്പോഴത്തേനും എൻ്റെ മീൻ മറിച്ചിടാറായി. പിന്നെ മീൻ ഏകദേശം മീൻ കറി വെന്തും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റുവാണേ. അപ്പോൾ ഞാൻ ഓർത്തു ബീട്രൂട്ട് ഇരിപ്പുണ്ട്, എന്നാൽ ഒരു മെഴുക്ക് വരട്ടിയും കൂടെ ഉണ്ടാക്കുന്നത്. ഇത് സവോളക്കറി അല്ല കേട്ടോ. അതിൻ്റെ താഴെ നമ്മുടെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒത്തിരി ഒന്നും ചേർക്കുന്നില്ല. ഒരു സവോളയും പച്ചമുളകും മാത്രം അരിഞ്ഞിടുന്നു. പാത്രമെല്ലാം കഴുകി ആദ്യമേ മാറ്റിക്കൊണ്ട് പിന്നെ ആ ഒരു പരിപാടി എളുപ്പമുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അരിഞ്ഞതിൻ്റെ എടുത്തതിൻ്റെയൊക്കെ കുറച്ച് ക്ലീനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി. അപ്പോൾ കൈയോടെ തന്നെ അതും കൂടെ ഒന്ന് ആക്കിയിട്ടു. അല്ലെങ്കിൽ കഴിക്കാനിരിക്കുമ്പോൾ മനസ്സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. ഈ ഒരു ഓർമ്മ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ മനസ്സിൽ. അപ്പോൾ എന്നായാലും ഇനി കഴിക്കാനിരിക്കാമെന്ന് ഓർത്തേ. അപ്പോഴത്തേനും നമ്മുടെ ലഞ്ചിനുള്ള എല്ലാ പരിപാടി ആയിട്ടുണ്ട്. മീൻകറി റെഡി ആയിട്ടുണ്ട്, മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, ഞങ്ങളിവിടെ മെഴുക്ക് വരട്ടി എന്നാണ് പറയുന്നത്, അതും റെഡി ആയിട്ടുണ്ട്. അപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു. മീൻകറി ഒഴിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ സാധാരണ മീൻകറിയുടെ ചാറ് എനിക്ക് അത്ര ഇതില്ല കേട്ടോ. ഞാനിപ്പം അങ്ങനെ കാണിക്കാൻ വേണ്ടി എടുത്താണ്. എനിക്ക് ചാറ് കൂട്ടി കഴിക്കണതിനോട് അത്ര ഇതില്ല. എനിക്ക് മീൻ വറുത്താണ് കേട്ടോ കുറച്ചുകൂടെ ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നെല്ലിക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ നെല്ലിക്കയും അല്ലെങ്കിൽ പച്ചമാങ്ങ ഉപ്പിലിട്ടാക്കിയില്ലേ, അതൊന്ന് കഴിച്ചു കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വേറെ എന്നൊക്കെ കറി ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു, ഞാൻ കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലോ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഇനിയും നമുക്ക് കാണാം കേട്ടോ. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു.